ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. 2026 ജൂൺ മാസം 27 വരെ കർക്കിടകം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യും. 2026 ഒക്ടോബർ മാസം 31 മുതൽ 2027 ജനുവരി 25 വരെ അധികാരം സംഭവിച്ച് വ്യാഴം ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ബാക്കി ഏതാണ്ട് 10 മാസക്കാലം വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യും. ഉച്ചരാശിയിൽ പൂർണ്ണ ബലവാനായ വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ ചെയ്യും. ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. പുത്രകാരകനും ധനകാരകനും ബുദ്ധിയുടെ കാരകനുമാണ് ഗുരു. കൂടാതെ ധാരാളം സൽഗുണങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും. സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, കീർത്തി, പുത്രൻ, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി ധാരാളം സാത്വികമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാ ദുരിതങ്ങളും വിട്ടെഴുന്നതിന് നമ്മെ സഹായിക്കും. മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഉച്ചരാശിസ്ഥിതി നൽകുന്ന ശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 8-ാം ഭാവത്തിലാണ്. രോഗം, ബന്ധനം, യാത്ര, ദുരിതം ഇതൊക്കെ 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലമാണ്. എന്നാൽ ഉച്ചസ്ഥനായി 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ ദോഷഫലങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. 7-ാം ഭാവത്തിൽ നിന്നും 8-ാം ഭാവത്തിലേക്ക് മാറുന്ന ഈ വ്യാഴം ഈ കൂറുകാരെ സംബന്ധിച്ച് ധനാഗമം കൂടുതലായി അനുഭവത്തിൽ വരുത്തും. വിവിധ മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായി ധനാഗമം പ്രതീക്ഷിക്കാം. അതുപോലെ ആരോഗ്യ മേഖലയിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുവാനും മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുവാനും ഈ കൂറുകാരെ കൊണ്ട് സാധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള കൂടുതൽ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാനും ഈ കൂറുകാർ പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹമുള്ളവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. സമൂഹത്തിൽ ഒരു നേതൃ പദവി അലങ്കരിക്കാനുള്ള യോഗവും ഈ കൂറുകാർക്ക് വന്നു ചേരും. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടി മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുവാൻ ഈ കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം വിദ്യ, വാക്ക്, ധനം, കുടുംബം ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ ഗുണങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കർമ്മരംഗത്ത് അനുഭവപ്പെട്ടിരുന്ന അസന്തുഷ്ടിയും അസമാധാനവും വിട്ടുമാറുകയും സന്തോഷവും സമാധാനവും അനുഭവപ്പെടുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ആരംഭിക്കുവാനും അത് വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കും. വിദ്യാഭ്യാസപരമായി അനുകൂലമായ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് പൂർത്തീകരിക്കുവാൻ അവസരം ലഭിക്കുകയും അനുയോജ്യമായ ഒരു തൊഴിൽ സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ തങ്ങളുടെ സംഭാഷണ ചാതുര്യം മൂലം മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാനും സാധിക്കും. ഇത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് വഴിതെളിക്കും. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രീതി സമ്പാദിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. വാഹന സംബന്ധമായി കൂടുതൽ ഗുണങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ വലിയ ഉയർച്ച അനുഭവപ്പെടും. ഈ കൂറുകാരെ സംബന്ധിച്ച് പ്രശസ്തിയും കീർത്തിയും കൂടുതലായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ അനുഭവപ്പെടുന്ന വ്യാഴദൃഷ്ടി വീട്ടിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ കൊണ്ടെത്തിക്കും. മാനസികമായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം വിട്ടൊഴിഞ്ഞ് വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും. പുതിയ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനും അവിടെയൊക്കെ വിജയങ്ങൾ നേടുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും
കുടുംബാന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. ഭൂമി, വാഹനം, വീട് ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. ഭൂമി വാങ്ങാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ സമയമാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വിദേശത്ത് പോകുന്നതിനുള്ള അവസരം ഉണ്ടാകും. 5-ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് അനുഭവപ്പെടുന്നത്. 12-ാം ഭാവം വ്യയഭാവമാണ്. അതുപോലെ പ്രവാസം, പതനം ഇതൊക്കെ ചിന്തിക്കുന്നത് 12-ാം ഭാവം കൊണ്ടാണ്. ഈ 12-ാം ഭാവത്തിന്റെ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യും. ദൂരദേശത്തോ വിദേശത്തോ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി ചെലവ് വരുമെങ്കിലും അത് കൂടുതൽ ദോഷം ചെയ്യാതെ മുന്നോട്ട് നീങ്ങുവാൻ ഈ കൂറുകാരെ കൊണ്ട് സാധിക്കുന്നതാണ്. തിരികെ കിട്ടുകയില്ല എന്ന് വിചാരിച്ച പല നഷ്ടവസ്തുക്കളും പെട്ടെന്ന് തന്നെ തിരികെ പിടിക്കുവാൻ ഈ കൂറുകാർക്ക് അനുകൂല സമയമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഉള്ള അവസരം ഈ കൂറുകാർക്ക് വന്നു ചേരും. പൊതുവെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങളാണ് നൽകുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഈ കൂറുകാർക്ക് ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും നേടുവാൻ ഉച്ചസ്ഥനായ വ്യാഴം ഈ കൂറുകാരെ സഹായിക്കും. ഈ കൂറിൽപ്പെട്ട എല്ലാവർക്കും കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നമസ്കാരം.